ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷൈൻ സിസ്റ്റേഴ്സ്. ഞാൻ അമ്മയും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടി മിനി വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻട്രോ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഷൈൻ സിസ്റ്റേഴ്സ് ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് തുടർന്ന് കാണണം. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയോളൂ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് എൻ്റെ പല്ലൊന്ന് ശരിയാക്കാൻ പോകണം. കാരണം എൻ്റെ പല്ലടച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചെറുതായി പൊട്ടിപ്പോയി. അവരെ പ്രശ്നമല്ല, ഞാൻ കുഴപ്പമില്ലാണ്ട് പോയിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ അടുപ്പിച്ച് ആ സൈഡ് വെച്ച് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് എന്തോ വെച്ച് കടിച്ചപ്പോൾ ചെറുതായി പൊട്ടിയതായിരുന്നു. അപ്പോൾ എക്സാം ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ അമ്മേനെയും കൂട്ടി നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ശരിയാക്കാൻ വേണ്ടി. ഡെൻറ്റിസ്റ്റ് മീറ്റ് അനദർ ഡെൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ കാണാം. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ഇപ്പോൾ സമയം 8:25 ആവുന്നു. ഇപ്പോൾ സമയം നോക്കിയാൽ അറിയാം 8:25 ആവണു. ഇനി നമുക്ക് ബ്രഷ് ചെയ്ത് കുളിച്ച് ബാക്കി പരിപാടികൾ നോക്കാം. സിമ്പിൾ ഗെറ്റ് റെഡി വിത്താണ് ഗൈസ്. ആദ്യം തന്നെ നമ്മൾ മോംസ് ആൻഡ് കോൻ്റെ ഒരു മിസ്റ്റ് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ആണ്, നോൺ സ്റ്റിക്കി ഫ്രീസ് ജെൽ ഹൈഡ്രേറ്റഡ്. ഇതിൻ്റെ ഒരു പാക്ക് കഴിഞ്ഞപ്പോൾ പുതിയതാണ്, ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ പൊട്ടിക്കണമോ. ഒരു കഫീൻ്റെ ലിപ് ബാം ഇടുന്നുണ്ട്. പൊട്ടുകുത്തണം. സൺസ്ക്രീൻ ഇവിടെ കാണില്ല, ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് വരാം. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിൾ ലുക്കാണ്. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല, കാരണം ഡോക്ടറെ അടുത്തല്ലേ പോകണം. എന്തായാലും അതൊക്കെ പോകുമ്പോൾ അയൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ലിപ് ഗ്ലോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമായിരുന്നു. അമ്മയെ പോയിട്ട് വരാം, ടാറ്റാ. ഓക്കെ, അമ്മയുടെ കോസ്റ്റ്യൂം ഇതാണ് ഗൈസ്. നമ്മളച്ഛൻ കൊണ്ടാക്കി തരും. നമ്മളച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അടീനിയും പൂത്തുക്കണ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തു. നമ്മൾ കാറിലാണ് പോകുന്നത്. അച്ഛൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അവിടെ. ഞങ്ങൾ ഇന്ന് ആപ്പിൾ ഡെൻ ക്ലിനിക്കിലേക്കാണ് വന്നത്. ഇതുവരെ ഇങ്ങോട്ട് പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്, വേറെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് ഞാൻ പല്ലൊക്കെ അടച്ചത്. എൻ്റെ കയ്യിലിരിപ്പ് കാരണമാണ് പല്ലിൻ്റെ ഇത് പൊട്ടിപ്പോയത്. കോമ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞു ഗൈസ്. എൻ്റെ പല്ലിപ്പോൾ തിരിച്ചു കിട്ടി. കോമ്പോസിറ്റ് അല്ല ഗൈസ് പൊട്ടിപ്പോയത്, എൻ്റെ സ്വന്തം പല്ലാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു കൊള്ളിപ്പെരുത്തിയിട്ട കാരണം എൻ്റെ സ്വന്തം പല്ല് ഞാൻ പൊട്ടിച്ചേർന്നു ഗൈസ്. എൻ്റെ പിന്നെ അതുപോലെ റീറ്റെയിനർ കമ്പിട്ട് അത് ടൈറ്റാക്കി, അത് ലൂസായിരുന്നു. ഇപ്പം എല്ലാം സെറ്റായിട്ട് ഇനി ആ സൈഡ് വെച്ച് നമ്മൾ ശ്രദ്ധിക്കണം പഠിക്കാം. കൊള്ളിപ്പേര് തുടങ്ങിയുള്ള ഹാർഡായ കാര്യങ്ങൾ ആ വെച്ച് ഉണ്ടാക്കരുത്. ഈ സൈഡ് വെച്ച് പഠിക്കാം, ഈ സൈഡ് നോർമൽ പല്ലിനാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. എവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അമ്മ കിടക്കുന്നുണ്ട് ഡെൻ്റൽ ചെയറിൽ. അമ്മയുടെ ആൻറ്റീരിയേഴ്സ് 3 പോക്കാണ് ഗൈസ്. ആൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ പല്ലുകൾ അമ്മ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പം അമ്മയുടെ പല്ലിൻ്റെ അവസ്ഥ. നമുക്ക് ചെയ്തതിന് ശേഷം അമ്മയുടെ പല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അമ്മ ഹായ് പറയൂ. ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടമായി. അമ്മ സുന്ദരിയായി ഗൈസ്. നമ്മുടെ പല്ല് ഭംഗിയൊക്കെ വെച്ചു. ഇനി ഫുള്ള് ഷോഫിലെ നാളുകളാണ്. നിർമ്മൽ ഡോക്ടറെയും ചെൽസി ഡോക്ടറുടെയാണ് ഈ ക്ലിനിക്ക്. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിൽ ചെൽസി ഡോക്ടറാണ് ഞങ്ങൾ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്തത്. വളരെ നല്ല പേഷ്യൻ്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ബാങ്കിലേക്ക് പോയി. ഫൈനലി ഞങ്ങൾ ശങ്കർലയിൽ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പെറുക്കി കൂട്ടിയിട്ടുള്ളത്. എല്ലാം ഞാൻ 2 വീതം എടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ അനിയത്തിയും കൂടി എപ്പോഴും എടുക്കാറുണ്ട്. അത്രയും സ്നേഹമുള്ള ചേച്ചിയാണ് ഞാൻ. ഇങ്ങനത്തെ സ്നേഹമുള്ള ചേച്ചിയാണ് നിങ്ങളെങ്ങനെ കമൻറ്റ് ചെയ്യണം. ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.